മാർച്ച് 5-ന് അതിവിപുലമായിട്ടുള്ള ഒരു കൺവെൻഷൻ പാലക്കാട്ട് വെച്ച് നടന്ന് ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ള ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് DMF-ൻ്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ മുമ്പോട്ട് പോകുന്നൊരവസരത്തിലാണ് ഈ പ്രസ് മീറ്റ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അവിടെ വെച്ച് രൂപീകരിച്ചിട്ടുള്ള 311 പേരടങ്ങുന്ന ജില്ലാ കൗൺസിൽ, ആ കൗൺസിലിൻ്റെ യോഗം ഈ വരുന്ന മെയ് 14-ന് പാലക്കാട് വെച്ച് നടക്കുകയാണ്. അതിൽ ഇത് കേൾക്കൂലേ? അപ്പോൾ ഈ കൗൺസിൽ യോഗത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കും. ഞങ്ങളിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഐഡിയോളജിക്കൽ ഡോക്യുമെൻ്റ്. ഒരു പ്രത്യയശാസ്ത്ര രേഖയ്ക്ക് ഞങ്ങൾ രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അന്നേക്ക് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഡോക്യുമെൻ്റ് അംഗീകരിക്കും. ഞങ്ങളുടെ ഈ നിലപാടിന് വലിയ പ്രസക്തിയുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നമ്മുടെ കൗൺസിൽ യോഗം നടക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വലിയ തകർച്ചയുണ്ടായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിലനിൽപ്പ് വലിയ ആശങ്കയിലാണ് എന്ന ഒരു ധാരണ ശക്തിപ്പെടുന്നൊരവസരത്തിൽ DMF-ൻ്റെ പ്രസക്തി ഏറെ വർദ്ധിക്കുകയാണ്. ഞങ്ങൾ ജില്ലാതലത്തിൽ ഞങ്ങളുടെ കമ്മിറ്റികളെല്ലാം രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. കൗൺസിൽ യോഗത്തിന് ശേഷം മണ്ഡലം കമ്മിറ്റിയും എല്ലാ നിയോജക മണ്ഡലം കമ്മിറ്റികളും തൊട്ട് താഴെ പഞ്ചായത്ത് കമ്മിറ്റികളും ബ്രാഞ്ചുകളും രൂപീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതെല്ലാം തന്നെ ജൂൺ മാസത്തിനകത്ത് പൂർത്തീകരിക്കും. എല്ലാ വർഗ ബഹുജന സംഘടനകളും, ക്ലാസ് ഓർഗനൈസേഷൻ, മൾട്ടി ക്ലാസ് ഓർഗനൈസേഷൻ, ഈ രണ്ടും ഞങ്ങൾ രൂപീകരിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ ഒരു സമാന ചിന്താഗതിക്കാരുമായി യോജിച്ചുകൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം രൂപീകരിക്കുന്നതിനെ പറ്റി ഞങ്ങൾ ഗൗരവമായിട്ട് ആലോചന തുടങ്ങിയിട്ടുണ്ട്. ജോണുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. CMP ഏതാണ്ടൊരു ധാരണയിൽ ഞങ്ങൾ എത്തുകയാണ്. പിന്നെ ഇടതുപക്ഷ പാർട്ടികൾ എന്നുള്ള രൂപത്തിൽ മറ്റാരുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടൊന്നുമില്ല. പലരും ഞങ്ങളെ സമീപിക്കുന്നുണ്ട്. ചിലത് ഞങ്ങൾക്ക് യോജിക്കാൻ ഇപ്പോൾ പ്രയാസമുള്ള ചില സംഘടനകളുണ്ട്. അവരുമായിട്ട് ഞങ്ങൾ യോജിക്കില്ല. കാരണം ഞങ്ങൾ ലെഫ്റ്റാണ്. ഇപ്പം ലെഫ്റ്റ് നിലപാടുകൾ സ്വീകരിക്കുന്ന, ഇടതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളുമായിട്ടാണ് ഞങ്ങൾ ധാരണയുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM-ൻ്റെ തെറ്റായ നിലപാടുകളിൽ പ്രതിഷേധിച്ച് മത്സരിച്ച് വിജയിച്ച ആളുകളുമായി, സഖാക്കളുമായി, G. സുധാകരൻ, ഗോവിന്ദേട്ടൻ, കുഞ്ഞികൃഷ്ണേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പറയാനുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം, കൺവെൻഷനിൽ പാലക്കാട്ട് മാർച്ച് 5-ന് നടന്ന കൺവെൻഷനിൽ എൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഞാൻ പരാമർശിച്ചതും പിന്നീട് സതീഷ്
ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ജില്ലയിലുണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ നിലപാട് UDF പിന്തുണ കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. UDF പൂർണ്ണമായും പിന്തുണക്കുന്ന നിലപാടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത്. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു, പിന്നെ ഇതൊരു പ്രശ്നമേ അല്ല എന്ന് ഞങ്ങളെ അവഗണിച്ച് തള്ളിയ ആളുകളോട് ഞങ്ങൾ പറഞ്ഞു, എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങൾ വളരെ ഡിസിസീവായ ഒരു ഫാക്ടറായി മാറും. ഞങ്ങളുടെ കൂടി താല്പര്യത്തിനനുസരിച്ച്, ഞങ്ങളുടെ കൂടി ഇടപെടലിൻ്റെ ഭാഗമായി നിയോജക മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിലും നിലവിലുള്ള ഘടനയിൽ മാറ്റം വരും. CPIM കയ്യിലുണ്ടായിരുന്ന 3 മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു. തൃത്താലയും കോങ്ങാടും LDF കയ്യിലുള്ള ചിറ്റൂര് നഷ്ടപ്പെട്ടു. ഈ 3 മണ്ഡലങ്ങൾ നഷ്ടപ്പെടുന്നതിൽ CPM LDF നഷ്ടപ്പെടുന്നതിൽ DMF വഹിച്ചിട്ടുള്ള പങ്ക്, ഞങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് മത്സരിച്ച് ജയിച്ച എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് ഒറ്റപ്പാലം സീറ്റിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ CPM ഒരു വിദ്വാൻ, അയാൾക്ക് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. കുറേ കാലമായിട്ട് പറയുന്നത് ശശി പ്രശ്നമേ അല്ല, പക്ഷെ ദിവസേന പറയുന്നത് ശശിയെ പറ്റിയാണ്. അടിക്കടി പത്രസമ്മേളനം വിളിക്കുക, പറയുന്നതെല്ലാം ശശിയെ പറ്റിയാണ്. ശശി ആരുമല്ല, പക്ഷെ ശശിയെപ്പറ്റി ആരുമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ശശിയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശശി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾ നോക്ക്, ഈ ഒറ്റപ്പാലത്ത് PK ശശി പരാജയപ്പെട്ടു, യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പിൽ CPM പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിരുന്നല്ലോ ഒറ്റപ്പാലം. അനായാസം ജയിച്ചു കളയാമെന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയല്ലല്ലോ അവിടെ മത്സരിച്ചു. അവിടെ പക്ഷെ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ കണക്ക് ഒരു 4000 വോട്ടിന് ഞങ്ങൾ അവിടെ ഉണ്ടായ പ്രശ്നം UDF വോട്ടിൽ 12,000-ഓളം വോട്ട്, 11,122 വോട്ട് കുറഞ്ഞുപോയി. 59,707 വോട്ടിൽ നിന്ന് 48,585 UDF വോട്ട് കുറഞ്ഞുപോയി. അപ്പോൾ BJP വോട്ടാകട്ടെ നല്ലതുപോലെ വർദ്ധിച്ചു. 25,000-ൽ നിന്ന് 42,476 വർദ്ധിച്ചു. ഇതാണ് CPM വിജയത്തിലേക്ക് കലാശിച്ചത്. CPM വോട്ടിൽ വർധനവുണ്ടായിട്ടില്ല. CPM വോട്ടിലുണ്ടായിട്ടുള്ള വർധനവ് ഏതാണ്ട് 9,000-ഓളം വോട്ടുകൾ വർദ്ധിച്ചപ്പോൾ ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിൽ 2021 9,000-ഓളം വോട്ടുകൾ വർദ്ധിച്ചപ്പോൾ CPM വർധനവ് കേവലം 503 വോട്ട് മാത്രമാണ്. 503 വോട്ടാണ് CPM വർദ്ധിച്ചത്. അപ്പോൾ CPM ശക്തിപ്പെട്ടത് കൊണ്ടല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെട്ടത് കൊണ്ടല്ല അവിടെ ഈ ഭൂരിപക്ഷം വർദ്ധിച്ചത്. ഈ 26,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് LDF എത്തിയത് UDF വോട്ട് കുറഞ്ഞു പോയതുകൊണ്ടാണ്. അത് UDF ഗൗരവമായി പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും പരിശോധിക്കണം. ഞങ്ങൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. UDF ഇക്കാര്യം പരിശോധിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.